സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് എനിക്ക് ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിത് നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ ഒരാളോട് പറഞ്ഞായിരുന്നു ഞാൻ വരും അല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എങ്ങനെ പറയാം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പഠിക്കുന്നത്. ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാം. ഇതിന് ഇംഗ്ലീഷിൽ വോണ്ട് ബി ഏബിൾ ടു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ വോണ്ട് ബി എന്ന് പറഞ്ഞാൽ വിൽ നോട്ട് എന്നാണ് അർത്ഥം. ഓക്കെ, വിൽ നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് വോണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക, നമ്മൾ എഴുത്ത് ഭാഷയിൽ ഇത് സാധാരണ ഈ വോണ്ട് എന്ന് എഴുതാറില്ല, വിൽ നോട്ട് എന്നാണ് എഴുതുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഈ സെയിം കാര്യം തന്നെ വേറെ രീതിയിൽ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പറയുന്നത് ചോദിച്ചാൽ ഐ ആം നോട്ട് ഗോണ ബി ഏബിൾ ടു എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഗോണ എന്ന് പറഞ്ഞാൽ ഗോയിങ് ടു എന്നാണ് അതിൻ്റെ പിന്നെ ഷോർട്ട് ഫോമാണത്. അപ്പോൾ നിങ്ങളത് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതല്ല നമ്മളിവിടെ നോക്കുന്നത് പ്രധാനമായിട്ട് വോണ്ട് ബി ഏബിൾ ടു എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഒരു ഉദാഹരണം. Hi Arun, my car broke down, so I won't be able to come to the meeting at 10 o'clock. അപ്പോൾ ശ്രദ്ധിക്കുക, അരുണിനോട് ഞാൻ 10 മണിക്ക് മീറ്റിങ്ങിന് വരാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? മൈ കാർ ബ്രോക്ക് ഡൗൺ. ഓക്കെ, എൻ്റെ കാറ് കേടായി. അപ്പോൾ ബ്രേക്ക് ഡൗണിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ബ്രോക്ക് ഡൗൺ. അപ്പോൾ എന്ത് സംഭവിച്ചു? എൻ്റെ കാറ് കേടായി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് വരാൻ സാധിക്കില്ല. ഓക്കെ, I ate too much biryani today, so I won't be able to sleep tonight. ഓക്കെ, എന്താണ്? ഞാൻ ഒരുപാട് ബിരിയാണി കഴിച്ചു, അതുകൊണ്ട്. അവിടെ സോയുടെ അർത്ഥം എന്താണ്? ബിക്കോസ്, കാരണം എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അതുകൊണ്ട് എന്താണ്? എനിക്ക് ഇന്ന് ഉറങ്ങാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ബിരിയാണി കുറച്ച് കഴിക്കുക, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെങ്കിലും. ഇനിയിപ്പോൾ ഐ ഹാവ് ലോഡ് ഓഫ് വർക്ക് ടു ഫിനിഷ് ടുഡേ, സോ ഐ വോണ്ട് ബി ഏബിൾ ടു ലീവ് ഓഫീസ് ടുഡേ. ഓക്കെ, എനിക്ക് ഒരുപാട് ജോലി തീർക്കാനുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒന്ന് ഓഫീസിൽ നിന്നും പോകാൻ പറ്റില്ല. I won't be able to finish the work this week, so I need another week. ഓക്കെ, എന്താണ്? എനിക്ക് ഈ ആഴ്ചയിൽ അത് ചെയ്തു തീർക്കാൻ പറ്റില്ല. കാരണം എന്താണ്? എന്തെങ്കിലും കാരണം കാണുമായിരിക്കും അല്ലേ? അതുകൊണ്ട് എന്താണ്? എനിക്ക് ഒരു ആഴ്ചയും കൂടെ വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ കണ്ടപ്പോഴേ മനസ്സിലാക്കി കാണും. വളരെ സിമ്പിളാണ്. എന്താണ്? ഐ വോണ്ട് ബി ഏബിൾ ടു കഴിഞ്ഞ് V1 ഉപയോഗിക്കുക. അപ്പോഴും നമ്മൾ V1, V2, V3യെ പറ്റി 11ാമത്തെ ചാപ്റ്റർ വളരെ വിശദമായിട്ട് പഠിച്ചാണ്. അപ്പോഴും നിങ്ങൾ ഇതുവരെ അത് കണ്ടിട്ടില്ലെങ്കിൽ 11ാമത്തെ ചാപ്റ്റർ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ പോകുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. നമുക്ക് മറ്റുദാഹരണം നോക്കാം. ഐ വോണ്ട് ബി ഏബിൾ ടു കം ടു യുവർ ബർത്ത്ഡേ പാർട്ടി ബിക്കോസ് മൈ പേരൻസ് ആർ കമ്മിങ് ടു നൈറ്റ്, അല്ലെങ്കിൽ ആസ് മൈ പേരൻസ് ആർ കമ്മിങ് ടു നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ പിന്നെ മാതാപിതാക്കൾ വരുന്നുണ്ട്. ഓക്കെ, ടു അവർ ഹൗസ് എന്നുള്ളത് അല്ലെങ്കിൽ അവർ ഹോം എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ അത്രയും മാത്രം പറഞ്ഞാൽ മൈ പേരൻസ് ആർ കമ്മിങ് ടു നൈറ്റ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോഴെൻ്റെ വീട്ടിലേക്ക് വരികയാണെന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ബർത്ത്ഡേ പാർട്ടിക്ക് വരാൻ പറ്റില്ല എന്നതാണ്. അപ്പോഴേ ഞാൻ ഇവിടെ ഹോമും ഹൗസും പറഞ്ഞല്ലേ, അത് നമ്മളുള്ള വ്യത്യാസം നമ്മൾ ഒരു ചാപ്റ്റർ പഠിച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് ആ ചാപ്റ്റർ കാണുക. ഓക്കെ, ഇനിയിപ്പോൾ ശ്രീരാജ് വിളിച്ചിട്ട് അരുണിൻ്റെ ബോസിനോട് പറയുകയാണ് എന്ത്? അരുൺ അസുഖമാണ്, അതുകൊണ്ട് അവന് വരാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഇത് എങ്ങനെ പറയാമെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഹലോ സാർ, ഐ ആം അരുൺസ് ഫ്രണ്ട് ശ്രീരാജ്. ഓക്കെ, ഞാൻ അരുണിൻ്റെ ഫ്രണ്ട് ശ്രീരാജാണ്. അരുൺ വോണ്ട് ബി ഏബിൾ ടു കം ടു ഓഫീസ് ടുഡേ ബിക്കോസ് ഹീ ഈസ് സിക്ക്. എന്താണ്? അരുൺ ഇന്ന് ഓഫീസിൽ വരാൻ പറ്റില്ല, കാരണം എന്താണ്? അവൻ സിക്കാണെന്ന് പറഞ്ഞാൽ അവൻ അസുഖമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബോസ് പറയണം താങ്ക് യു ഫോർ ലെറ്റിംഗ് മീ നോ. ഓക്കെ, എന്താണ്? എന്നെ അറിയിച്ചതിന് നന്ദി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.